¿Qué haces el fin de semana? Te invito a la playa, tequila y champaña. Ya me tienes bien clavada, te invito a la playa, bikini y champaña. ¿Qué haces el fin de semana? Te invito a la playa, tequila y champaña. Ya me tienes bien clavada, te invito a la playa, bikini y champaña. Ven que te invito a mi casa con whisky, pijama hasta la madrugada. ¿Qué haces el fin de semana? Te invito a la playa, bikini y champaña. മണ്ണ് കുഴിച്ചുണ്ടാക്കുന്ന ടൈലുകൾ ഉപയോഗിക്കാറുണ്ടാവില്ല. ഒരു കാലത്ത് നമ്മൾ മലയാളികളുടെ ജീവിതത്തിന്റെ വേർപെടുത്താനാവാത്ത ഭാഗമായിരുന്നു ഓട്. ഓട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന എത്ര പേർ കണ്ടിട്ടുണ്ടാവും? ചുരുക്കം ചിലർക്ക് മാത്രമാണ് ഈ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൂ അല്ലെ? ഈ വീഡിയോയിലൂടെ നമുക്കൊരു ഓട് ഫാക്ടറി സന്ദർശിച്ചാലോ? ഇപ്പോൾ നിങ്ങൾ കാണുന്നത് തൃശ്ശൂർ ജില്ലയിലെ അന്നമടയ്ക്കടുത്ത് മാമ്പ്ര എന്ന ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന മഹാത്മാ ടൈൽസിന്റെ ഫാക്ടറിയാണ്. 60 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ ടൈൽ കമ്പനി കേരളത്തിൽ ഇന്ന് അവശേഷിക്കുന്ന എണ്ണം പറഞ്ഞ ടൈൽ കമ്പനികളിൽ ഒന്നാണ്. കൂടാതെ ഖാദി ബോർഡിന്റെ കീഴിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഏക കളിമൺ വ്യവസായശാല കൂടിയാണ് ഇത്. മണ്ണ് കുഴയ്ക്കുന്നത് മുതൽ ടൈൽ ഡൈ ഉപയോഗിച്ച് അടിച്ചെടുക്കുന്നത് വരെ യന്ത്രം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. സെമി ഓട്ടോമാറ്റിക് ടൈൽ ഫാക്ടറി എന്ന് ഈ സ്ഥാപനത്തെ നമുക്ക് വിശേഷിപ്പിക്കാം.
ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും സജീവമായിരുന്ന കളിമൺ വ്യവസായശാലകൾ ചുരുങ്ങിയ കാലം കൊണ്ട് ഇല്ലാതായത് നിങ്ങൾക്കറിയാമല്ലോ. സമാനമായൊരു പ്രതിസന്ധി കാലവും മഹാത്മാ ടൈൽ ഫാക്ടറിക്ക് ഉണ്ടായിരുന്നു. പ്രവർത്തന നഷ്ടം മൂലം 2005 അടച്ചുപൂട്ടലിന്റെ വക്കോളം എത്തിയ ഈ ഫാക്ടറിയെ തിരിച്ചുവരവിന്റെ പാതയിലേക്ക് എത്തിച്ചത് മഹാത്മാ ടൈൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് OC രവിയുടെ നേതൃത്വത്തിലായിരുന്നു. കേരളത്തിലെ ഖാദി ബോർഡിന്റെ കീഴിൽ തൃശ്ശൂർ ജില്ലയിലെ അന്നമനട പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓട് നിർമ്മാണ യൂണിറ്റും ചെടിച്ചട്ടി യൂണിറ്റ് നിർമ്മാണ യൂണിറ്റുമാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമുക്ക് അറിയാം, കേരളത്തിലെ ഓട് നിർമ്മാണം വളരെയധികം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇതിൻ്റെ കളിമണ്ണ്, യഥാർത്ഥത്തിലുള്ള കളിമണ്ണ് തന്നെ ആണ് ഇതിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വിവിധ ഘട്ടങ്ങളായിട്ടുള്ള പ്രോസസ്സിംഗ് ഉണ്ട്. ആദ്യം കളിമണ്ണ് ശേഖരിച്ച് അതിനെ കൂട്ടി അരിഞ്ഞ് കുഴച്ച് അതിനെ പാകപ്പെടുത്തി ഇട്ട് പിറ്റേ ദിവസം അതിനെ പക്കുമില്ലിലൂടെ ഓടടിക്കാനുള്ള കട്ടയായി വരികയും അത് പിറ്റേ ദിവസം വലിഞ്ഞു കഴിഞ്ഞ ശേഷം നമ്മൾ പ്രസ്സിൽ വെച്ചു കൊടുത്ത്, അതായത് തൊഴിലാളികൾ നിർമ്മാണ യൂണിറ്റ് ആ സമയത്ത് ഏകദേശം 20 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഓട് നിർമ്മാണം നടത്താനായിട്ട് സാധിക്കുള്ളൂ. അതിന് ഒരു ഓട് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഇന്നത്തെ അവസ്ഥകൾ വളരെ പരിതാപകരമാണ്. ഇന്ന് കേരളത്തിൽ നിന്ന് ഉള്ള ഖാദി ബോർഡിന്റെ ഏക ഓട് നിർമ്മാണ യൂണിറ്റാണ് ഇന്ന് തൃശ്ശൂർ ജില്ലയിലുള്ളത്. ഇതിന്റെ ക്ലേ അത് വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള പ്രോസസ്സിങ്ങിലൂടെ യഥാർത്ഥത്തിലുള്ള കളിമണ്ണ് തന്നെ വേണം. മണ്ണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിലുള്ള കളിമണ്ണ് പാടത്തു നിന്നും കുഴിച്ചെടുത്ത് അതിനെ നമ്മളുടെ യൂണിറ്റിലേക്ക് കൊണ്ടുവന്ന് അതിനെ പ്രോസസ്സിങ് ചെയ്ത് അതിനെ ഓടാക്കി മാറ്റുന്നതിന് കുറേ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അവസാനം ഓടടിച്ച് നമ്മൾ റാക്കിൽ വെക്കുന്നു. റാക്കിൽ നിന്നും അത് വലിഞ്ഞു കഴിയുമ്പോൾ അത് നമ്മൾ എടുത്ത് പുറത്തേക്ക്, അതായത് നിലത്ത് നമ്മളത് ഉണക്കാനായിട്ട് വെക്കുന്നു. അങ്ങനെ അത് ഒരു 6-7 മണിക്കൂർ വെയിലുകൊണ്ട് ഉണങ്ങിയതിന് ശേഷം ചൂളയിലേക്ക് നമ്മളത് കയറ്റുന്നു. ചൂളയിൽ അത് നമ്മൾ ഒരു 8 മണിക്കൂർ നമ്മൾ വിറക്, പ്രത്യേകമായിട്ടുള്ള വിറകാണ് നമ്മുടെ റബ്ബർ വിറക് തന്നെ വേണം ഇതിന് കത്തിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഏകദേശം 8 മണിക്കൂർ നിരന്തരമായിട്ട് നമ്മൾ കത്തിച്ചാൽ മാത്രമാണ് അത് നന്നായിട്ട് വേവുകയും അതിൻ്റെ കളർ വരികയും ചെയ്യുള്ളൂ. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിൻ്റെ കളർ കുറയുകയും അത് അത്ര നല്ലൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ചെടിച്ചട്ടി ഇന്നിപ്പോൾ കേരളത്തിലെ വളരെയധികം പ്രചാരത്തിൽ പോകുന്നതാണ് ചെടിച്ചട്ടി. അപ്പോൾ ചെടിച്ചട്ടിയും ഇത്തരത്തിലുള്ള നല്ല കളിമണ്ണ് ഉപയോഗിച്ച് അത് പക്കുമില്ലിട്ട് 2 അര, അതായത് അരച്ചിട്ട് അത് മറ്റേ അതിൻ്റെ പീസുകളായിട്ട് വന്നതിന് ശേഷമാണ് വീണ്ടും ചട്ടി നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും നേരത്തെ ഓട് നിർമ്മിച്ചതും അപ്പോൾ പക്കുമില്ല് വർക്ക് ചെയ്യുന്നതും ചെടിച്ചട്ടിയൊക്കെ ഉണ്ടാക്കുന്നതും. ഇതിൻ്റെ പിന്നിൽ വളരെയധികം അധ്വാനവും അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. നമ്മുടെ ഇപ്പോൾ ഈ മേച്ചിലോട് കൂടാതെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നും ഉണക്കമണ്ണ്, അതായത് ഉണങ്ങിയ മണ്ണ് വന്ന് അത് പൊടിച്ച് ഡിസിൻറ്റിഗ്രേറ്റ് പൊടിച്ച് ഉണ്ടാക്കുന്ന യൂണിറ്റും ഇതിനോടൊപ്പമുണ്ട്. അത് നമ്മൾ ഇപ്പോൾ പൊടിയിലടിക്കുന്ന ഓട്, ഡെക്കറേഷൻ ടൈൽസ് എന്നാ പറയുക. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ പൊടിയിലടിക്കുന്ന വലിയ മേച്ചിലോടും ഇപ്പോൾ നിർമ്മാണത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ആ പ്രോസസ്സിങ് ഞങ്ങൾ താമസിയാതെ തന്നെ ഇവിടെയും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പോൾ ഈ മണ്ണുമായി ബന്ധപ്പെട്ട് കളിമണ്ണ് കിട്ടാനുള്ള ലഭ്യതയുടെ അപര്യാപ്തത ഈ പ്രസ്ഥാനത്തിന് വളരെയധികം ഭീഷണിയാണ്. ഇവിടെ ഏകദേശം 40ഓളം തൊഴിലാളികൾ സ്ഥിരമായി ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടാണ് അവരെ ജോലി ചെയ്യുന്നത്. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് 1959 ഒരു ചെടിച്ചട്ടി യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നീട് അത് 1977 ഓട് നിർമ്മാണ യൂണിറ്റായി രൂപാന്തരപ്പെട്ടു. അതിലൂടെ നമുക്ക് നിരവധി വ്യക്തികൾക്ക്
തൊഴിൽ നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം 80-ൽ കട്ട നിർമ്മാണവും അതുപോലെ തന്നെ പല തരത്തിലുള്ള ഓടുകളുടെ, അതായത് ചെറിയ ഓടുകളുടെ നിർമ്മാണവും ഈ സ്ഥാപനത്തിൽ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സീലിംഗ് ഓട് നമ്മുടെ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നത് പോലെ ഓടിൻ്റെ അടിയിൽ വയ്ക്കുന്ന സീലിംഗ് ഓടിൻ്റെ നിർമ്മാണം നമ്മൾ 2019-ൽ ആരംഭിച്ചു. അങ്ങനെ ഓരോ ഘട്ടമായിട്ട് ആണ് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച. അത് പ്രതിസന്ധികൾ ഒത്തിരി തരണം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിച്ച് കളിമണ്ണ് കിട്ടാനുള്ള ലഭ്യത കുറവിൻ്റെ ആ അപര്യാപ്തത ഒക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഖാദി ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല ഒരു സ്ഥാപനമാണ് ഈ അന്നമട കളിമൺ വ്യവസായ സഹകരണ സംഘം. ഇത് മഹാത്മാ ടൈൽസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കളിമണ്ണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിയമപരമായിട്ട് നമുക്ക് വയലുകളിൽ നിന്നും എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് ഇപ്പോൾ കളിമണ്ണ് കൊണ്ടുവരുന്നത്. അത് ഭയങ്കര ടണ്ണിന് ഏകദേശം 2000 രൂപയാണ് ഒരു ടണ്ണിൻ്റെ മണ്ണിൻ്റെ വില. അപ്പോൾ ഏകദേശം ഒരു 50-60 ടണ്ണുള്ള വണ്ടികളാണ്, അല്ലെങ്കിൽ 30-40 ടണ്ണുള്ള വണ്ടികളാണ് ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ ഈ നമ്മുടെ ശരിയായിട്ടുള്ള ക്ലേ നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ സ്ഥാപനത്തിന് തന്നെ 6 ഏക്കർ കളിമണ്ണ് എടുക്കാൻ വാങ്ങിച്ചിട്ടുള്ള സ്ഥലം നമുക്കുണ്ട്. പക്ഷെ അതിൽ നിന്നും കളിമണ്ണ് എടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ കളിമണ്ണ് എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഒത്തിരി സ്ഥാപനങ്ങൾ കേരളത്തിൽ പൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ സ്ഥലം ഉണ്ടായിട്ട് പോലും പ്രകൃതിയുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കളിമണ്ണ് നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് ബാംഗ്ലൂരിനെയാണ്. ബാംഗ്ലൂരിൽ നിന്നും വരുന്ന കളിമണ്ണ് ഭയങ്കരമായിട്ടുള്ള അധിക വില ഈടാക്കിക്കൊണ്ടാണ് നമുക്ക് ഏജൻസികൾ തരുന്നത്. പക്ഷേ ഈ യൂണിറ്റ് നിലനിന്ന് പോകാൻ വേണ്ടി നമ്മൾ റിസ്ക് എടുക്കുന്നു എന്ന് മാത്രമാണ്. പക്ഷേ കളിമണ്ണ് കേരളത്തിൽ ലഭ്യമാകുകയാണെങ്കിൽ ഈ പരമ്പരാഗത വ്യവസായം വീണ്ടും നിലനിൽക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ടൈല് എത്ര വിലയ്ക്കൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്? അത് നേരിട്ട് ഉപഭോക്താവിന് ഒരാൾക്ക് നേരിട്ട് വന്ന് എടുക്കാൻ സാധിക്കും. ഈ പ്രസ്ഥാനത്തിൽ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ടാണ് ഞങ്ങളുടെ എല്ലാ സെയിൽസും വിൽപ്പനകളൊക്കെ മിക്കവാറും 99% കസ്റ്റമേഴ്സ് നേരിട്ട് വന്ന് അവർ ഇഷ്ടപ്പെട്ട് ബുക്ക് ചെയ്ത് ആണ് ഇവിടുന്ന് ഓടുകൾ വാങ്ങുന്നത്. ഏജൻസികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പോൾ അത് മറ്റുള്ള കസ്റ്റമേഴ്സിന് ഏറ്റവും ഗുണകരമാണ്. ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതിൽ വില കൂടുതലായിട്ട് അവർക്ക് കൊടുക്കേണ്ടി വരും. ഇത് ഡയറക്റ്റായിട്ട് വന്ന് സ്ഥാപനത്തിൽ വന്ന് ബുക്ക് ചെയ്ത് വാങ്ങുന്നതുകൊണ്ട് വില കുറവായിരിക്കും. പിന്നെ ഒരു ഓടിന് ഇപ്പോൾ ഇന്ന് 2 തരത്തിലുള്ള ഓടുണ്ട്. മേച്ചിൽ ഓടിൽ ഡബിൾ ഗാഡിക്ക് നമ്മൾ 27 രൂപയും സിംഗിൾ ഗാഡിക്ക് 25 രൂപയാണ് നമ്മൾ വില പ്രൈസ് ഇട്ടിരിക്കുന്നത്. പിന്നെ സീലിംഗ് ഓടുണ്ട്, ഓടിൻ്റെ അടിയിൽ വയ്ക്കുന്ന സീലിംഗ് ഓടിന് 25 രൂപ. പിന്നെ ചെടിച്ചട്ടിയൊക്കെ ഇപ്പോൾ അധികവും ഇപ്പോൾ കൃഷിഭവനിലേക്ക് ആണ് നമ്മുടെ ചെടിച്ചട്ടികളൊക്കെ പോകുന്നത്. അത് ചെടിച്ചട്ടിയുടെ ആ ഒരു നല്ല ഒരു മൂവ്മെൻറ്റ് ഇപ്പോൾ നമ്മുടെ സമീപകാലത്ത് കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ചെടിച്ചട്ടി യൂണിറ്റ് നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. അത് അധികവും കൃഷിഭവനിലേക്കാണ്, അതും ഏജൻസികൾ വഴിയാണ് ഈ ചെടിച്ചട്ടികൾ മിക്കവാറും കൂടുതലും പോകുന്നത്. ചെടിച്ചട്ടിയുടെ വില 15 ചട്ടി ഒരു 90 രൂപയും 9 ഇഞ്ച് വലിപ്പം 85, പിന്നെ ഓരോ 80, 70, 60 ഒക്കെ ആയിട്ട് ഇങ്ങനെ താഴേക്ക് പോകും വരും. കളിമൺ വ്യവസായത്തിന്റെ ഒരു ഭാവി എന്തായിരിക്കും? കളിമൺ വ്യവസായത്തിന്റെ ഭാവി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കളിമണ്ണില്ലാതെ നമുക്കൊരിക്കലും ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിന് ഗവൺമെന്റ് തലങ്ങളിൽ പ്രത്യേകിച്ച് ഖാദി ബോർഡിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന, അതായത് തൊഴിൽ നൽകുന്നതിന് വേണ്ടി ഗ്രാമീണ മേഖലയിൽ തൊഴിൽ നൽകുന്നതിന് വേണ്ടി ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഗവൺമെന്റ് കളിമണ്ണ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നിയമപരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം.